love in the air, love in the air, love in the air. പോട്ടെ, വിളിക്ക്, ബൈ. നീ ഇന്നലെ അവന്റെ കൂടെ ആയിരുന്നു? ഞാൻ എന്നാ അതൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഞാൻ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പഴാ രാവിലത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞേ. എന്നെ മാത്യു അവന്റെ കൂടെ കൊണ്ടുപോയി. നീ ഓക്കെ ആണോ? ഡബിൾ ഓക്കെ. ഇന്നലെ അത്രയും പ്രശ്നം നടന്നതിന്റെ ഒരു ലക്ഷണവും നിന്റെ മുഖത്തില്ലല്ലോ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാനും മാത്യുവും he proposed me. What? ഇന്നലെ. പക്ഷെ അവൻ കോളേജിലപ്പോ റിയ ഈസ് എ ബൈസെക്ഷൽ? എനിക്കറിയില്ല. നീ ചോദിച്ചില്ലേ? ഇല്ല. എനിക്ക് അവൻ ആരാ, എന്താ, എങ്ങനെയാ എന്നൊന്നും അറിയണ്ട. എനിക്ക് അവനെ മതി. സച്ചി, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു, ബട്ട് ആർ യു ഷുവർ അബൌട്ട് ഹിം? പഴയ മാത്യു ആയിരുന്നെങ്കിൽ എനിക്ക് പേടിയില്ലായിരുന്നു. പക്ഷെ ജെറാൾഡ്, അവൻ നിന്നെ എന്തെങ്കിലും ചെയ്യോ? കാശി. ഹലോ, വാട്ട്? എന്താ? റിമോട്ട് എവിടെ? എന്താടാ? സിറ്റി ഹോസ്പിറ്റൽ 16 അംഗ സംഘം ചേർന്ന് അടിച്ചു തകർത്തു. പിടിച്ചു മാറ്റാൻ വന്ന സെക്യൂരിറ്റികൾക്കും നാട്ടുകാർക്കും കാഴ്ചക്കാരാവാനേ സാധിച്ചുള്ളൂ. കോടികളുടെ നാശനഷ്ടമാണ് അപ്രതീക്ഷിതമായി എത്തിയ 16 അംഗ സംഘം ഉണ്ടാക്കിയത്. പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ 16 അംഗ സംഘം രക്ഷപ്പെട്ടു. അവൻ എന്നെ എന്തെങ്കിലും ചെയ്യോ ചോദിച്ചില്ലേ? അവൻ എനിക്ക് വേണ്ടി എന്തും ചെയ്യും. അയ്യോ, ആരാ? മാത്യു. ഞാൻ ടോയ്ലറ്റിലുണ്ടാവും. ഓക്കെ. എന്താ രാവിലെ? നമുക്കൊരു സ്ഥലം വരെ പോവാം. എവിടെ? സർപ്രൈസ്. ഓക്കെ, 5 minutes. എന്റെ റൂംമേറ്റാ. ഹോ, നീ വേഗം റെഡി ആവും. ഞാൻ കാറിലുണ്ടാവും. ഓക്കെ. കാശി, കേട്ടു, നീ പോയിട്ട് വാ. ഓക്കെ. ഇതെന്താ ഈ വഴി? കടം വീട്ടണ്ടേ? എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ വീട്ടുമുറ്റത്ത് കാലുകുത്തോടാ. ഇവനെ കൂട്ടിട്ടല്ലേ നീ എന്റെ ഹോസ്പിറ്റലിൽ തല്ലി തകർത്തെ. നിന്നെ ഇപ്പൊ തന്നെ പോലീസിന് പിടിച്ചു കൊടുക്കും. ഡോ ഇന്നാ താൻ സച്ചിന് വേണ്ടി മുടക്കിയതിന്റെ ഇരട്ടയുടെ ഇരട്ടയുണ്ട്. പുഴുങ്ങി തിന്ന്. പക്ഷെ ഇനി ഒരിക്കലും ഇവനെ തേടി താൻ വരരുത്. അത് പറയാൻ നീ ആരാടാ വേണ്ടേ? ഞാൻ ആരായാലും മൈമാൻ. കഴിവേറി. പത്ത് വർഷത്തെ കാത്തിരിപ്പാണ് ചെയ്യടാ. ഇനി എത്ര വർഷം ഞാൻ കാത്തിരിക്കണം? ഒരു ഭാരം ഇറക്കി വെച്ച പോലുണ്ട്. നീ ഹാപ്പി അല്ലേ? ചോദിക്കാനുണ്ടോ? അല്ല, ഇനി ഞാൻ എങ്ങനെ ജീവിക്കൂ? നിനക്ക് ഞാനില്ലേ? ഞാൻ എന്റെ ജോലിയെ കുറിച്ചാ പറഞ്ഞേ. നിനക്ക് ഒരൊറ്റ ജോലിയേ ഉള്ളൂ. കഴിഞ്ഞ 29 വർഷം നീ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിച്ചത് അതുപോലൊക്കെ ജീവിക്കേ. Are you gonna be a sugar daddy? What about some spice? A spicy daddy? Indeed. നിനക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാം. പക്ഷെ നിന്നെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. എന്നെ കുറിച്ച് എന്തറിയാനാ? ഞാനിങ്ങനൊക്കെ തന്നെയാ. നീ എങ്ങനെ ഒരു മാഫിയായി? എൻട്രൻസ് എഴുതിയിട്ട്. ഐ എം സോറി. പോടാ. പിണങ്ങില്ല ഡോക്ടറെ. ഡോണ്ട് കോൾ മീ ലൈക്ക് ദാറ്റ്. ഐ ഹേറ്റ് ദാറ്റ് ഷിറ്റ്. ഓക്കെ.
സച്ചി പറ, നീ എങ്ങനെ മാഫിയായി? അതൊരു വലിയ കഥയാണ്. എനിക്ക് വേറെ ഒരു പണിയില്ല. നീ പറഞ്ഞോ. ഡാ, എങ്ങനാ തുടങ്ങാം? എന്റെ അനിയനൊരു റിലേഷൻ ഉണ്ടായിരുന്നു. They got separated and he went through depression. അവൻ വേറൊരാളായി മാറാൻ തുടങ്ങി. അവന്റെ സത്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി. ആൻഡ് I ran behind him. ഇതിലും പലതും ചോദിക്കാത്തതായിരുന്നു. സമയാവുമ്പോ ഞാനെല്ലാം വിശദീകരിച്ച് പറയാം. ഡോണ്ട് റഷ്. ശരി, എന്നാ നിന്റെ കോളേജ് ലൈഫ് പറ. വാട്ട്സ് റോങ്? പിന്നെ എപ്പോഴെങ്കിലും പറയാം. വാ, ഞാൻ നിന്നെ കൊണ്ടാക്കാം. എന്താണോ മുഖത്തൊരു കനം? It's been 10 years without him. അവന്റെ നിഴല് പോലും ഈ 10 വർഷത്തിനിടയിൽ ഞാൻ കണ്ടില്ല സച്ചി. ഞാൻ അവനോട് ഓരോന്ന് ചോദിച്ചെങ്കിലും അവനൊന്നും വിട്ടു പറയുന്നില്ല. അവനൊരു അനിയനുണ്ട്. അവന് ലവ് ഫെയിലിയർ കാരണം ഡിപ്രഷൻ ഉണ്ടായി. അവൻ സത്യത്തിൽ നിന്ന് ഒളിച്ചോടി. അതിന്റെ പുറകെ ഇവനോടി. അങ്ങനെയാ മാഫിയ ആയിരുന്നു. എന്ത്? എനിക്കൊന്നും മനസ്സിലായില്ല. വേറൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ? അവൻ എന്നെ വീട്ടിലേക്കാ കൊണ്ടുപോയെ. അങ്ങേർക്ക് കൊടുക്കാനുള്ളതൊക്കെ പലിശ സഹിതം അവൻ കൊടുത്തു. കൂടെ അങ്ങേരുടെ കരുണക്കുറ്റിക്കൊന്ന് കൊടുത്തു. ഞാൻ ഹാപ്പി. ശരിക്കും? കാശി, എല്ലാം തുടങ്ങിയത് നിന്റെ പേരിലാണെങ്കിലും ഇപ്പൊ എനിക്ക് എല്ലാവനാ. എന്റെ ലൈഫിൽ 29 വർഷത്തിൽ 20 വർഷവും എങ്ങനെയെങ്കിലും ഒന്ന് ചത്ത് കിട്ടിയാൽ മതി എന്ന് പ്രാർത്ഥിച്ച ഞാനാ. പക്ഷെ ഇപ്പോ ഒരുപാട് നാളെ ജീവിക്കാനൊരു കൊതി തോന്നടോ. Love is beautiful, right? When the right person at the right time. പിന്നെ നമ്മൾ ജേഡനെ കണ്ടുപിടിക്കും. നിന്റെ കൺമുന്നിൽ ഞാൻ അവനെ കൊണ്ടെത്തിക്കും. നീ കാരണം എനിക്ക് ഈ ലൈഫ് കിട്ടിയേ. ഉറപ്പായി ഞാൻ ജേഡനെ കണ്ടുപിടിക്കും. ഞാൻ കുളിച്ചിട്ട് വരാം. എന്താ നിന്റെ പേര്? മാത്യു. നിന്നെ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ. നിന്റെ ആരെങ്കിലും ഈ കോളേജിൽ പഠിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഒറ്റമോനാ. നിന്റെ അമ്മ ഇപ്പൊ എവിടെയുണ്ട്? വീട്ടില്. ഒറ്റയ്ക്കോ? അല്ല, അമ്മ വേറെ കെട്ടി. ജേഡൻ ഒറ്റമോനാണോ? ഞാനും ഏട്ടനും. നിനക്ക് ഏട്ടനുണ്ടോ? എന്താടാ, മാത്യുവിന് അനിയനില്ല? ഫസ്റ്റ് ഇയറിൽ ഞങ്ങളോട് അവൻ ഒറ്റമോനാണെന്നാ പറഞ്ഞത്. ജേഡന്റെ അമ്മ സെക്കൻഡ് മാരേജ് ചെയ്തു. അവൻ വന്നത് മാത്യു സെക്കൻഡ് ഇയറിലുള്ളപ്പോഴാ. ജേഡൻ ഒരു ഏട്ടനുണ്ടെന്നാ അവൻ എന്റെ അമ്മയോട് പറഞ്ഞത്. മാത്യു പറഞ്ഞ അനിയൻ ബ്രേക്കപ്പ് ഒക്കെ ജേഡനെ കുറിച്ചാണെങ്കിലോ? നീ പറഞ്ഞത് ശരിയാ. ഞാൻ നിനക്ക് ജേഡന്റെ ഫോട്ടോ കാണിച്ചു തരാം. നീ എങ്ങനെയെങ്കിലും അവന്റെ അനിയൻ ആരാന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ലീവ് ഇറ്റ് ദാറ്റ് ഫോർ മീ. നീ എന്നെ ഓർക്കെങ്കിലും ചെയ്യുന്നുണ്ടോ ജേഡ? Are you hurting yourself? 10 years. It's been 10 years. ഇനി എത്ര നാളെ നീ ഇങ്ങനെ ദിവസങ്ങൾ എണ്ണിയിരിക്കും? നിനക്ക് മറക്കാൻ പറ്റില്ലെങ്കിൽ ഒന്ന് പോയി നോക്കിക്കൂടെ? നിനക്ക് അവന്റെ വീടറിയില്ലേ? ഞാൻ അവനെ തേടി പോവില്ല ഒരിക്കലും. വേണമെങ്കിൽ അവൻ വരട്ടെ. അവൻ വരും എന്ന് പറഞ്ഞ് 10 വർഷം കാത്തിരുന്നില്ലേ? എന്നിട്ട് അവൻ വന്നു. അവൻ കുടുംബവും കുട്ടിയൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും. നോക്കി ദഹിപ്പിക്കണ്ട. അവൻ ചെയ്തതൊന്നും നീ മറന്നിട്ടില്ല കരുതുന്നു. കാശി എന്താ കോളേജിൽ വരാത്തെ? അറിയില്ല, വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഞാൻ പോയി ഒന്ന് നോക്കട്ടെ. ചിലപ്പോ ഇന്ന് തിരിച്ചു വരില്ല കേട്ടോ. നീ പോണ്ട. എന്തേ, നീ ഇന്നലെ അവന്റെ കൂടെ ആയിരുന്നില്ലേ? ഡിഡ് സംതിങ് ഹാപ്പൻ? ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നിങ്ങൾ തമ്മിൽ ഫിസിക്കലായി എന്തെങ്കിലും നടന്നു? ഞാനെങ്ങനെ അറിഞ്ഞു എന്താ ചോദിക്കാത്തെ? ഞാൻ കണ്ടു ആ ഡെലിലിന്റെ ഫോണില്. അവൻ നിന്നെ യൂസ് ചെയ്യടാ. നോ, കാശി അത് ചെയ്യില്ല.
നിനക്ക് എന്താണ് പറഞ്ഞോ മനസ്സിലാവാത്തെ? നിങ്ങളുടെ പേഴ്സണൽ ടൈം ഷൂട്ട് ചെയ്ത് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുന്ന അവനെയാണോ നീ ഇനിയും ന്യായീകരിക്കുന്നേ? കാശി അങ്ങനെ ചെയ്യില്ല. നമുക്ക് ഇവിടുന്ന് പോവാടാ. ഞാൻ വരില്ല. അവരത് എല്ലാരെയും കാണിക്കുന്ന പറഞ്ഞേ. പിന്നെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. നീ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കടാ. അവന്മാര് നമ്മളെ കൊല്ലും. എന്നോട് പറഞ്ഞു, ചത്താലും ഞാൻ കാശിനെ വിട്ടിട്ട് വരില്ല. നിനക്കിപ്പോഴും ഞാൻ പറയുന്നതൊന്നും തലയിലോട്ട് കേറിയില്ലേ? അവന് നിന്നോടൊരു ചുക്കുമില്ല. നിന്നെ കൊണ്ടുള്ള അവന്റെ ആവശ്യമൊക്കെ കഴിഞ്ഞു. ഇടയ്ക്ക് കണ്ട് രസിക്കാൻ അവൻ എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ഈ പറയുന്നതൊന്നും വിശ്വാസമായിട്ടില്ലെങ്കിൽ നീ അവനെ വിളിക്കേ, ചോദിക്കേ, വിളിക്കേ. എടുക്കുന്നില്ല അല്ലെ? എടുക്കില്ല. അവന് നിന്നെ ഇനി വേണ്ട. വാ, പോവാ. മാത്യു നിക്ക്, നമുക്കൊന്ന് പോയി നോക്കാം. ചേടാ, നമുക്ക് പോവാ. മാത്യു പ്ലീസ്, എനിക്ക് നിന്നെ അവർക്ക് തിന്നാൻ ഇട്ട് കൊടുക്കാൻ വയ്യടാ. നമുക്ക് പോവാടാ. അവര് നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഈ കാണുന്നതൊന്നും അല്ല കാശിന്ന്. നമുക്ക് പോകാടാ പ്ലീസ്. എനിക്ക് ഇനി ഫൈറ്റ് ചെയ്യാൻ വയ്യ. ഞാൻ നിന്റെ കാല് പിടിക്കാം. നമുക്ക് ഇവിടുന്ന് പോവാടാ. പോവാം. പോകുന്നതിന് മുമ്പ് അവർക്കെതിരെയുള്ള കംപ്ലൈന്റ് കൊടുത്തിട്ടേ പോവും. നമ്മളെ പഠിക്കാൻ സമ്മതിക്കാത്ത കോളേജില് അവരും പഠിക്കണ്ട. അവരിനി ഒരിക്കലും നിന്റെ കോളുകൾ എടുക്കില്ലടാ. അമ്മയാണോ? നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? ആ സിം മാറ്റിയാ പോരെ? അവൻ എന്തെങ്കിലും വിളിച്ചാലോ? വിളിക്കായിരിക്കല്ലേ? നിനക്ക് അമ്മയുടെ നമ്പർ ബ്ലോക്ക് ചെയ്തൂടെ? തോന്നുന്നില്ല, അതുകൊണ്ടാ. സച്ചി, നിന്റെ ആളെ വന്നു. ബൈ ബൈ. രാത്രി ഒന്നും ഉണ്ടാക്കണ്ട, നമുക്ക് ഓർഡർ ചെയ്യാം. ഓക്കെ. ഇന്നെങ്ങോട്ടാ പോകുന്നേ? wherever you want, I just need you. അത് എവിടെയാണെങ്കിലും. വാ, കേറ്. എടാ, എനിക്ക് ഏതെങ്കിലും ഡാൻസ് അക്കാദമിയിൽ ജോയിൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. വൈ? ഐ ലവ് ഡാൻസ്. നീ കളിക്കോ? കുറച്ച്. എന്നാ വാ, ഇപ്പൊ തന്നെ പോയി അഡ്മിഷൻ എടുക്കാം. ഡോണ്ട് സ്പോയിൽ മീ ലൈക്ക് ദാറ്റ്. നീ പാട്ട് പാടുന്നു, ഞാൻ അതിന് ഡാൻസ് കളിക്കുന്നു. വാ, സൂപ്പർ ആയനെ. ഐ എം എ ഗിറ്റാറിസ്റ്റ്. ആണോ? സ്കൂളിലും കോളേജിലൊക്കെ അതും കൊണ്ടായിരുന്നു നടപ്പ്. അപ്പൊ കുറെ പെൺപിള്ളേര് ഫാൻസ് ഉണ്ടായിരുന്നു കാണുമല്ലോ. സത്യം. നിനക്ക് വല്ല ലൈനും ഉണ്ടായിരുന്നോ? ഒരാള്, റിയ. സുന്ദരിയായിരുന്നോ? ഒത്തിരി. എന്നിട്ട് വലിയൊരു പേമാരി ഉണ്ടാവുന്ന കരുതി കൂടെ കൂട്ടിയതാ. പക്ഷേ അതൊന്ന് ചാറിപ്പോയേ ഉള്ളൂ. അതുകൊണ്ട് പറഞ്ഞു വിട്ടു. വൈ? സാഹചര്യം അങ്ങനെയായിരുന്നു. അവളിപ്പോ കല്യാണം കഴിഞ്ഞു, ഒരു മോളുണ്ട്. അവളെ പോലെ തന്നെ. നിങ്ങളെപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല, ഞാൻ അന്വേഷിച്ചറിഞ്ഞതാ. അവൾക്കൊരു ജീവിതം ഉണ്ടാവുന്നവരെ മനസ്സിലാത്തൊരു ഭാരമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളോട് ചെയ്തത് ചതിയല്ലേ. അത് വിടും. ഇപ്പൊ ഗിറ്റാർ വായിക്കോ? ഇല്ല, കൊറേയായി, 10 വർഷത്തോളം. വൈ? സമയാവട്ടെ, പറയാം. ഓ ആയിക്കോട്ടെ. നിന്റെ അനിയന്റെ ഫോട്ടോ ഉണ്ടോ? എന്തിനാ? കാണാൻ, അല്ലാണ്ട് എന്തിനാ? എന്തിനാ ഫോട്ടോ? ഞാൻ നിന്നെ അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാ. ശരിക്കും? അപ്പൊ പാരന്റ്സ് അവര് തറവാട്ടില്ല. ഞങ്ങളുടെ ഈ നടപ്പൊന്നും അവർക്ക് പിടിക്കില്ല.
അപ്പൊ അന്ന് എന്നെ കൊണ്ടുപോയത് അതെന്റെ വീട്. അപ്പൊ നിന്റെ അനിയനെവിടാ? അതിന്റെ അപ്പുറത്തെ വീട്. അത് ശരി, എന്നാ പോണേ? നാളെ. ഇന്ന് അവൻ ഫ്രീ അല്ല. അവന്റെ കല്യാണമൊക്കെ കഴിഞ്ഞതാണോ? അല്ല. ലവർ വല്ലതും ഉണ്ട്, പക്ഷെ കൂടെ ഇല്ല. അതെന്താ? അതൊക്കെ അങ്ങനെയാണ്. പറയാൻ സമയമായിട്ടില്ലായിരിക്കും. എക്സാക്ട്ലി. ഇപ്പൊ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം. വാ. Hey, for real? Yes, he's my friend. ഇത് ഇവന്റെ അക്കാദമിയാണ്. ലോങ് ടൈം നോ സീ. ഇതെന്റെ ബോയ് ഫ്രണ്ട് ആണ്. ഹേയ്, റിയലി? യെസ്. ഇവന് ഡാൻസ് ഒക്കെ ഇഷ്ടാ. നിന്റെ കൂടെ ഒന്ന് കൂട്ട്. വൈ നോട്ട്? ഹായ്, ഐ എം നെസ്ലി. സച്ചിൻ. അപ്പോ എന്നോട്ടാ? യുവർ ചോയ്സ്. നാളെ തൊട്ട്. എന്റെ അടുത്ത് പറ്റിയ ഡ്രസ്സൊന്നുമില്ല. ഓക്കെ, അപ്പൊ ശരി, നാളെ തൊട്ട് വാ. ഓക്കേടാ, ബൈ. ബൈ ബ്രോ. നീ എന്ത് കൂളായിട്ട് അവരോട് ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞേ? സച്ചി, കാലൊരിക്കലും പുറകോട്ട് സഞ്ചരിക്കില്ല. അതിങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമായി മുന്നോട്ട് തന്നെ സഞ്ചരിക്കും. എന്നാൽ മാറില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന ചില മനുഷ്യര് മാത്രം നിന്നിടത്ത് തന്നെ നിൽക്കും. അവർക്ക് വേണ്ടി കാലൊരിക്കലും കാത്തു നിൽക്കില്ല. തിങ്സ് ആർ ബെറ്റർ നൗ, റൈറ്റ്? ബെറ്റർ ആണ്. പക്ഷേ ഇപ്പോഴും ഗവൺമെന്റ് ബില്ല് പാസ്സാക്കിയിട്ടില്ല. പിന്നെ ഇതൊന്നും നിയമവിരുദ്ധമല്ലാന്ന് മാത്രം. അങ്ങനെ വന്നാലോ? നമ്മൾ തായ്ലൻഡിലേക്ക് പോകും. നാളെ ആദ്യം ഡാൻസ് ക്ലാസ്സിന് പോകും. അത് കഴിഞ്ഞ് വന്ന് കുളിച്ചു മാറ്റി അവന്റെ അനിയനെ കാണാൻ പോകും. നാളത്തെ ഒരൊറ്റ ദിവസത്തിലാ എന്റെ എല്ലാ പ്രതീക്ഷയും. ബി പോസിറ്റീവ്. അത് അവൻ തന്നെ ആയിരിക്കും. ഐ വിഷ്. നന്നായിട്ടുണ്ട്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അത് അവൻ തന്നെ ആയിരിക്കട്ടെ. അവനായിരിക്കും. ആർ യു നെർവസ്? എന്തിന്? സാർ പോരും. നീ താഴെ വെയിറ്റ് ചെയ്യും. അപ്പൊ അതാരാ? അവന്റെ PA ആണ്. ഓ, ഹായ്, I'm Carlo. ഹായ്, സച്ചിൻ. So, this is your boyfriend? Yes. Isn't he cute? ക്യൂട്ട്. ഡോക്ടർ എന്താ ഷോക്ക് അടിച്ച പോലെ നിൽക്കുന്നേ? ഒന്നുമില്ല. ഇങ്ങോട്ട് വരാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പൊ അതെ വെള്ളത്തിലിട്ട കോഴിയെ പോലെ. എന്താ ഡോക്ടറെ, ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് ക്ഷീണിച്ചോ? ഇല്ല. എന്നായിരിക്കെ? ഇവൻ എങ്ങനെയുണ്ട്? സച്ചിന് വേണമെങ്കിൽ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാട്ടോ. അപ്പൊ എന്റെ ഫ്രണ്ട് ഒറ്റയ്ക്കായി പോകും. ഫ്രണ്ടോ? ഇവന്റെ വീട്ടിൽ ഇവനൊരു റൂംമേറ്റ് ഉണ്ട്. പുള്ളിയും ഡോക്ടറാണോ? അല്ല, അവൻ കോഫി ഷോപ്പ് ഹോട്ടലൊക്കെ പാർട്ട് ടൈം ജോബ് ചെയ്ത്. ഓക്കെ. അപ്പോ നിങ്ങളുടെ മാരേജ് എന്നാ? നിന്റെ മാരേജ് കഴിഞ്ഞിട്ട്. അപ്പൊ സച്ചിൻ, നിങ്ങളുടെ ലൈഫ് ലോങ് ലിവിംഗ് ടുഗദർ ആണ്. ഐ എം ഹാപ്പി വിത്ത് ദാറ്റ് ഓൾസോ. ദാറ്റ്സ് ദ സ്പിരിറ്റ്. കമോൺ, ഫുഡ് കഴിക്കാം. വാ, ഇന്ന് ഇവന്റെ സ്പെഷ്യലാ. ഓ, എങ്ങനെയുണ്ട്?
അടിപൊളി. കുറച്ച് ബാക്കി ഉണ്ടാവോ? എന്റെ ഫ്രണ്ടിന് കൊടുക്കാനാ. ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, ഞാൻ തന്നുവിടാം. നാളെ ക്ലാസ്സിലെ ഉണ്ട് 11 മണിക്കാ 2 മണി വരെ. സച്ചിൻ, നാളത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ പറയും, ഇവന്റെ ബർത്ത്ഡേ ആണ്. നീ എന്നിട്ട് എന്താ പറയാത്തെ? ഞാൻ ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല. ഇപ്രാവശ്യം അങ്ങനല്ലോ. സച്ചിൻ ഇല്ലേ, നിങ്ങൾ അടിച്ചു വിളിക്ക്. ഇതാ തന്റെ ഫ്രണ്ടിനുള്ളത്. താങ്ക് യു. നീ കാറിലിരുന്നോ? ഇതാക്കി. നീ എന്തിനാ അവനോട് എന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞേ? വാട്ട്സ് റോങ്? ഡാ, അവന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഒന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുതിയ അക്കൗണ്ട് എടുത്തു കൊടുത്ത് ഞാൻ ഇട്ടുകൊടുത്ത പൈസയാ. അവൻ ആ പൈസ ഗിഫ്റ്റിന് യൂസ് ചെയ്യില്ല. ഓ, ഞാൻ അത് ഓർത്തില്ല. ഐ എം സോറി ഡാ. ഇറ്റ്സ് ഓക്കെ. ഞാൻ അവനെ കൊണ്ടാക്കിയിട്ട് വരാം. ഓക്കെ. ഹലോ മിസ്റ്റർ കാശിനാഥൻ. എന്തായടാ? അത് അവൻ തന്നെയാടാ, നിന്റെ ജെയ്ഡ്. ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലടാ, ഞാൻ ട്രൈ ചെയ്തു. ഇറ്റ്സ് ഓക്കെ. അവൻ തന്നെ നിനക്ക് ഉറപ്പല്ലേ? ആടാ, കാർലോന്നാ പേര് പറഞ്ഞേ. എന്നാണോ മാത്യു എന്നോടെല്ലാം തുറന്നു പറയാൻ പോകുന്നത്? ഗിവ് ഹിം സം ടൈം. പിന്നെ നീ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ? ഇല്ല, ഞാൻ എന്താവെന്ന് ഓർത്തുള്ള ടെൻഷനിലായിരുന്നു. എനിക്കറിയായിരുന്നു, അതുകൊണ്ടാ അവിടുന്ന് കൊണ്ടുവന്നേ. ബിരിയാണി, അതും ജേഡൻ ഉണ്ടാക്കിയത്. ആടാ, എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ? കഴിച്ചു നോക്ക്, നിനക്ക് ഇഷ്ടാവും. എന്താടാ? എടാ, ഇതെന്റെ അമ്മയുടെ റെസിപ്പിയാ. ഇനി ഫോട്ടോ ഒന്നും വേണ്ട, ഇത് തന്നെ മതി. അതെന്റെ ചേടൻ തന്നെയാ. പിന്നെ നാളെ മാത്യുവിന്റെ ബർത്ത്ഡേ ആണ്. ഓ ആണോ? നിന്റെ കയ്യില് കുറച്ച് പൈസ. നിനക്ക് പൈസ വല്ലതും വേണോ? വേണ്ട. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹാപ്പി ബർത്ത്ഡേ മൈ ലവ്. താങ്ക് യു കമ്പാനിയൻ. I have a surprise for you. എന്താ? എന്തിനാ കഴിയുന്നേ? Is it necessary? Yes. നീ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്ത് കാണണം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. സച്ചി, വേണം. നീ ഇപ്പോൾ ഈ ഫീൽഡ് എനിക്ക് പേടിയാടാ. ഡോണ്ട് വറി. ട്രസ്റ്റ് മീ സച്ചി. I trust you as always. ഞാൻ ഇറങ്ങും കേട്ടോ, ഇന്ന് രാവിലെ കാരണം. ആടാ, ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. ഓക്കെ, ബൈ. ബെസ്റ്റ്. ഡോർ ലോക്ക് ചെയ്യാണ്ട് പോത്ത് പോലെ ഉറങ്ങും. ക്യൂട്ട്. നീ എപ്പോ വന്നു? ഇപ്പോ. ഞാൻ ഉറങ്ങിപ്പോയി. സച്ചി, നിനക്ക് എന്റെ ജെറാൾഡ് എന്ന പേര് ഇഷ്ടല്ലേ? ആണല്ലോ. സോ സ്വീറ്റ്. പിന്നെന്തിനാ എന്റെ പേര് മാത്യു എന്ന് സേവ് ചെയ്തേ? ആരാ നീ? മാത്യു. ഞാൻ. നിനക്ക് എങ്ങനെ എന്റെ പേരറിയാം? അത് ഞാൻ പറയണ നോയെ. എന്തിനായിരുന്നു ഈ അഭിനയം? അഭിനയം? മാത്യു, ഞാൻ. നിനക്ക് എങ്ങനെ എന്റെ പേരറിയാം? പറയടാ. കാശി പറഞ്ഞു. ഇരിക്കെ, ഞാൻ പറയാം. അപ്പൊ രണ്ടും കൂടെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതാണല്ലോ എനിക്കിട്ട്. അങ്ങനല്ല, അവന് ജേഡനെ കണ്ടുപിടിക്കുക. അപ്പൊ ഇതിനായിരുന്നല്ലേ? ചീറ്റർ. അല്ലെങ്കിൽ നീ അവന്റെ ഫ്രണ്ടല്ലേ? അപ്പൊ ഇങ്ങനല്ലേ വരൂ? മാത്യു, പ്ലീസ് ട്രസ്റ്റ് മീ. ഇനിയും ഞാൻ നിന്നെ വിശ്വസിക്കണല്ലേ? നിന്നെ സ്നേഹിച്ചു പോയെന്ന ഒറ്റ കാരണം കൊണ്ട് കൊല്ലാതെ വിടാ ഞാൻ. ലെറ്റ്സ് ബ്രേക്ക് അപ്പ് സച്ചിൻ. മാത്യു, നീ വേണമെങ്കിൽ എന്നെ കൊന്നിട്ട് പോക്കോ, പക്ഷെ എന്നെ വിട്ടിട്ട് പോവല്ലേ. എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. മിണ്ടരുത് നീ. എന്റെ കൈ തരിക്ക സച്ചി, നിനക്കിട്ടൊന്ന് പൊട്ടിക്കാൻ.
പക്ഷെ എന്നെ കൊണ്ട് പറ്റണില്ല. മാത്യു എന്നെ ഒന്ന് വിശ്വസിക്കും. എന്റെ സ്നേഹം കള്ളല്ലടാ. എനിക്കിനി ഒരിക്കലും നിന്നെ കാണണ്ട. ഗെറ്റ് ലോസ്റ്റ് യു. എല്ലാം നിന്റെ പ്ലാൻ ആയിരുന്നല്ലേ? അവൻ എന്റെ അടുത്തേക്ക് അയച്ചത് നിന്റെ ബുദ്ധിയായിരുന്നല്ലേ? മാത്യു, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ആണാണെങ്കിൽ നേരിട്ടാണാ വരണ്ടേ? ചതിയോ? നോക്ക്, ഞാൻ അവനോട് എല്ലാ കാര്യവും പറഞ്ഞു എന്നുള്ളത് സത്യം. എനിക്ക് ജേഡൻ നിന്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. അല്ലാതെ നിങ്ങളുടെ റിലേഷൻ ആവും പറയുമ്പോഴാണ് ഞാൻ അറിയുന്നേ. അല്ലാതെ എന്റെ പ്ലാൻ അല്ല. അല്ലെങ്കിൽ തന്നെ നീയല്ലേ അവനെ പ്രപ്പോസ് ചെയ്തേ? നീ അവനെ തല്ലിയോ? ഇല്ലല്ലോ. ഇല്ല, കൈ പൊങ്ങുന്നില്ല. ഞാൻ അവനെ സ്നേഹിച്ചു. പക്ഷെ അവൻ എന്നോട് ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ ബ്രേക്കപ്പ് പറഞ്ഞു. ബ്രേക്കപ്പോ? അവൻ ഇപ്പൊ ഈ ലോകത്ത് അവന്റേതെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ. നിനക്ക് ഒരാൾക്ക് വേണ്ടി അവൻ ജീവിക്കുന്നത് തന്നെ. നീ അവൻ ഇട്ടിട്ട് പോയാ അവൻ എങ്ങനെ സർവൈവ് ചെയ്യും? ഹി ഹാസ് സൂയിസൈഡ് അറ്റംപ്റ്റ്സ്, ഇഡിയറ്റ്. സച്ചി, വാതിലോർക്ക്. സച്ചി, സച്ചി, വാതിലോർക്ക്.